Grace, Archbishop Varghese Chakkalekal, Your Grace, Archbishop Leopold Girelli, Cardinal Clemis, അഭിവന്യ മെത്രാപ്പൊലീത്താമാരെ, മെത്രാന്മാരെ, വൈദികരെ, സന്യാസികളെ, അൽമായ സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, 102 വർഷം മുമ്പ് സ്ഥാപിതമായ കോഴിക്കോട് രൂപതയുടെ ചരിത്രത്തിൽ ഇന്ന് നിർണായക ദിവസമാണ്. കോഴിക്കോട് രൂപതയെ കേരളത്തിലെ 3ാമത്തെ ലത്തീൻ അതിരൂപതയായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി. ലയോ 14 മാർപ്പാപ്പയുടെ കാലത്ത് ഇതാ സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നു. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ, CBCIയുടെ പേരിൽ, ഭാരതീയരുടെ പേരിൽ, പ്രത്യേകിച്ച് എല്ലാ മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെ എല്ലാവരുടെയും പേരിൽ അഭിവന്യ വർഗീസ് പിതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ അനുമോദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. മെത്രാന്മാരുടെ പേരിൽ മാത്രമല്ല, ഇവിടെ ഞാൻ കാണുന്നു വളരെയേറെ വൈദികരും സന്യസ്തരും അൽമായ നേതാക്കളുമുണ്ട്. ഒപ്പം തന്നെ വിവിധ മത നേതാക്കളെ ഞാൻ കാണുന്നു, രാഷ്ട്രീയ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ നേതാക്കളെ, സാംസ്കാരിക നേതാക്കളെ, മാധ്യമ പ്രവർത്തകരെ, എല്ലാവരുടെയും പേരിൽ വർഗീസ് പിതാവേ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഞാൻ നേരുകയാണ്. ഭാരതത്തിൽ 174 രൂപതകളാണുള്ളത്. 131 ലത്തീൻ രൂപതകളും 31 സീറോ മലബാർ രൂപതകളും 12 മലങ്കര രൂപതകളും. ഇവരെ എല്ലാത്തിൻ്റെയും ഒരു ഒന്നിച്ചുള്ളതാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്. അതിൽ 13 റീജിയനുകളായി കേരള റീജിയൻ അടക്കം പ്രവർത്തിക്കുന്നു. ഇത് എല്ലാത്തിലും കൂടി ഏകദേശം 31 അതിരൂപതകളാണുള്ളത്. വിവിധ രൂപതകളെ പ്രോവിൻസുകളാക്കി തിരിച്ചു. പ്രോവിൻസുകളുടെ തലവനാണ് മെത്രാപ്പൊലീത്ത. പ്രോവിൻസിലെ കേന്ദ്ര രൂപതയെ അതിരൂപത എന്ന് വിളിക്കുന്നു. അതിരൂപതയുടെ അധ്യക്ഷന് ആർച്ച് ബിഷപ്പ് എന്നും. അതുകൊണ്ട് വർഗീസ് ചക്കാലക്കൽ പിതാവ് മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ കണ്ണൂർ, സുൽത്താൻപേട്ട്, കോഴിക്കോട് രൂപതകളുടെ സംയുക്ത പ്രവിശ്യയുടെ തലവനാണ് മെത്രാപ്പൊലീത്ത. കേന്ദ്ര രൂപതയായ കോഴിക്കോടിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലാണ് അതിരൂപതയായി അതിൻ്റെ തലവനായ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നു. ഈ അവസരത്തിൽ ഭാരതത്തിലെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകം ആ വിധത്തിൽ CBCIയുടെ പേരിൽ വർഗീസ് പിതാവിന് ആശംസകൾ ഞാൻ ഒന്നുകൂടി നേരുകയാണ്. വർഗീസ് പിതാവ് എടുത്തിരിക്കുന്ന മുദ്രാവാക്യം അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ലൂക്കായുടെ സുവിശേഷം 1:38 പറഞ്ഞു. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എല്ലാത്തിനും ദൈവഹിതം നിറവേറട്ടെ എന്നുള്ളതാണ്. വർഗീസ് പിതാവിന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1981 വൈദികനായത്. അദ്ദേഹത്തിൻ്റെ റൂട്ട് തൃശ്ശൂരാണ്. അതുകൊണ്ട് തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷം. തൃശ്ശൂർ ജില്ലയിൽ മാളയിലെ മാണിക്യമാണ് വർഗീസ് പിതാവ്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി 1981 വൈദികനായി, 1998 കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി, പിന്നെ 2012 കാലിക്കറ്റ് രൂപതയുടെ മെത്രാനായി, ഇപ്പോൾ ഇത് മെത്രാപ്പൊലീത്തയായി. പിതാവിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ല അധ്യാപകനാണ്, നല്ല വാഗ്മിയാണ്, ധ്യാനഗുരുവാണ്, നല്ല ഗായകനാണ്, എല്ലാവരുടെയും സംഘാടകനാണ്, സാംസ്കാരിക നേതാവാണ്. എല്ലാത്തിലും ഒരു വർഗീസ് പിതാവ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സന്തോഷത്തോട് കൊണ്ടുപോകുന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിരിക്കുന്ന മുദ്രാവാക്യം പോലെ ഇനി ഇല്ലോ ഊനോ ഊനും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ക്രിസ്തുവിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരെയും കൂട്ടായ്മയോട് കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് വർഗീസ് പിതാവിനുണ്ട്. അതുകൊണ്ട് വർഗീസ് പിതാവ് ഈ മെത്രാപ്പൊലീത്തയായി എന്ന് കേട്ടപ്പോൾ കുർബാനയിൽ ചെല്ലുന്നൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. അത് ഉചിതവും ന്യായവുമാകുന്നു.
ഇത് നേരത്തെ ആകേണ്ടതായിരുന്നു എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഏതായാലും 102 കൊല്ലം പഴക്കമുള്ള ഈ രൂപതയ്ക്ക് 2025 അദ്ദേഹം മെത്രാനായതിൻ്റെ രജത യൂബിലി ആഘോഷിച്ചിരിക്കുന്ന അവസരത്തിൽ, രൂപതയുടെ ശതാബ്ദി കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ രൂപതയ്ക്ക് വലിയ സ്ഥാനം കിട്ടിയതിൽ, പിതാവിന് മെത്രാപ്പോലിത്തെ ഉയർത്തിയതിൽ, ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ, സീറോ മലബാർ സഭയുടെ പേരിൽ, തൃശ്ശൂരിൻ്റെ പേരിൽ ഇന്നലെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുൻഗാമി തൂങ്കുഴി പിതാവിനോട് പറഞ്ഞു, ഞാൻ കോഴിക്കോട്ട് പോവുകയാണ് വർഗീസ് പിതാവിന്. കുറേ നാളായിട്ട് തൂങ്കുഴി പിതാവിന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു വർഗീസ് പിതാവാണെന്ന് പറഞ്ഞ ഉടനെ ചക്കാലക്കൽ പിതാവ് ഉടനെ എൻ്റെ ഗ്രീറ്റിങ്സ് കൊടുക്കുക. എനിക്കൊരു അത്ഭുതമാരെയാണ് തോന്നിയത്. അങ്ങനെ തൂങ്കുഴി പിതാവിൻ്റെ നീലങ്കാവിൽ ചക്കാലക്കൽ കുടുംബാംഗമായ എൻ്റെ സഹായമെത്രാൻ്റെയും എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങളും ആശംസകളും ഗ്രീറ്റിങ്സും നേർന്നുകൊണ്ട് പിതാവെ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ നല്ല കയ്യടിയോടെ ഒന്നുകൂടി എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ഞാൻ നിർത്തുന്നു.